ഹായ് ഫ്രണ്ട്സ്, UGC നെറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവസരങ്ങളാണ്, എന്താണ് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു നെറ്റ് കഴിഞ്ഞവരാണെങ്കിൽ, നെറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഭാവിയിൽ നെറ്റ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ UGC നെറ്റ് ആൻഡ് JRF ഈ വീഡിയോ ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ വന്ന ഒരു കമൻ്റ് ആണ്. ഓൾറെഡി ആരൊക്കെ നെറ്റ് എഴുതണം എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മുടെ തന്നെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കമന്റ് വന്നു. കാരണം വീഡിയോ കണ്ട് മടുത്തു, നെറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ കമന്റ് ഇട്ട ആൾക്ക് ഓൾറെഡി നെറ്റ് ലഭിച്ചിട്ടുണ്ട്. നെറ്റ് ലഭിക്കുന്നതിന് മുമ്പേ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെറ്റ് ലഭിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്തു. കൃത്യമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല. അപ്പം നമ്മുടെ നാട്ടിനെ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് ആ കമന്റ് അവസാനിപ്പിക്കുന്നത്. അതിനടിയിൽ തന്നെ ഒത്തിരി പേര് അതിനെ അനുകൂലിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ, ഇതിന് ഇത്രയും അവസരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആകുമോ, നെറ്റ് ലഭിച്ചത് കൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലർക്കും ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ എഴുതുന്ന നിങ്ങളുടെ വിഷയങ്ങളിലുള്ള 6% പേർക്കാണ് ലഭിക്കുന്നത്. 1% ആണ് JRF ലഭിക്കുന്നത്. ഇവിടെ നെറ്റ് ലഭിച്ചു കഴിഞ്ഞാലും JRF ലഭിച്ചു കഴിഞ്ഞാലും വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നാഷണൽ എലിജിബിലിറ്റി, ടീച്ചിങ്ങിനായിട്ടുള്ള നാഷണൽ എലിജിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ JRFും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള ഫെലോഷിപ്പും ലഭിക്കും. അപ്പോൾ അവസരങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് JRFിൽ നിന്ന് തുടങ്ങാം. എന്നതിന് ശേഷം UGC നെറ്റിന്റെ ജോലി സാധ്യതകൾ മനസ്സിലാക്കാം. അപ്പോൾ UGC നെറ്റിന്റെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് PhD ചെയ്യാം, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ലഭിക്കും, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിൽ ജോലി ലഭിക്കും, റിസർച്ച് മേഖലകളിൽ നമുക്ക് ജോലി ലഭിക്കും. നമുക്ക് ആദ്യം PhD നോക്കാം. നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തതാണ്, നമുക്ക് എന്നാലും ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. 2 വർഷമാണ് JRF. അതിൽ നമുക്ക് 34,000 പുതുക്കിയ തുക അനുസരിച്ചിട്ട് 34,000 രൂപയും HRIയും ലഭിക്കുന്നുണ്ട്. 3 വർഷം SRF 38,000 രൂപയും HRIയും ലഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ PhD കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം 25 ലക്ഷത്തിൽ പരം രൂപ നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് ഫെലോഷിപ്പ് ലഭിക്കുമെന്നുള്ളതാണ്. ഇത് നമുക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും ചെയ്യാം. IIM പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. വലിയൊരു അവസരമാണ്, എല്ലാവർക്കും ലഭിക്കില്ല. ഇപ്പോൾ 100 പേര് എഴുതുമ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. 100 പേര് എഴുതുമ്പോൾ 6 പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. ഈ 6 പേരിൽ ഒരാൾക്ക് മാത്രമാണ് JRF ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രയും നല്ലൊരു അവസരമാണ് JRF എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷയത്തിൽ PhD ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് ജോലി കണ്ടെത്താനുള്ളതും നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താനുള്ളതുമായിട്ടുള്ള അവസരമാണ്. ആ കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ജോലി സാധ്യതയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ടീച്ചറായിട്ട് പോകാൻ സാധിക്കും. ഇനി അങ്ങോട്ടേക്ക് പോസ്റ്റ് ഡോക്ടർ PDF-ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനും പറ്റും. ഇതൊക്കെ തന്നെ നമ്മൾ വെറും ഒരു പരീക്ഷ എഴുതി നേടുന്നതാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ കേരള സെറ്റ് എഴുതാറുണ്ട്. കേരള സെറ്റ് എന്തിനാണ് എഴുതുന്നത്? നമുക്ക് HSST കേരള PSCക്ക് അപേക്ഷിക്കണമെങ്കിൽ കേരള സെറ്റ് ഇപ്പോൾ നിർബന്ധമാണ്. അപ്പൊ കേരള സെറ്റ് മാത്രം, നമുക്കിപ്പോൾ കൊമേഴ്സിന് അറിയാം, കൊമേഴ്സിന് നമുക്ക് കേരള സെറ്റ് എഴുതാൻ സാധിക്കും. കൊമേഴ്സ് PGയും സെറ്റും ഉള്ളത് കൊണ്ട് നമുക്ക് ജോലി ലഭിക്കുമോ? ഒരിക്കലും ജോലി ലഭിക്കില്ല. നമുക്ക് PG പ്ലസ് BEd പ്ലസ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ HSSTക്ക് അപേക്ഷിക്കാൻ പറ്റൂ. ഇനി ഇങ്ങനെ ഉണ്ടായാൽ നമുക്ക് ജോലി ലഭിക്കുമോ? ഇല്ല. നമ്മൾ കേരള PSCയുടെ HSST പരീക്ഷ എഴുതണം.
അതിൽ ജോലി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അതിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണം. അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ട്. നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ. ഇനി UGCയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 60% ഒഴിവുകൾ നികത്തപ്പെടേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ 60% ടീച്ചർമാരുടെ ഒഴിവുകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ തന്നെ അതാത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും UGCയും ഒരുപോലെ ഇടപെട്ടിട്ട് വേണം ആ കാര്യം പരിഹരിക്കാൻ. നമുക്കറിയാം, കേരളത്തിൽ ഒത്തിരി നാളുകളായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളിലേക്ക് കേരള PSC അപേക്ഷ ക്ഷണിച്ചിട്ടില്ല. അത് എപ്പോൾ ക്ഷണിക്കും എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കില്ല. നമുക്ക് പല വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ PWD കാറ്റഗറിയിലുള്ളവർക്കൊക്കെ തന്നെ ഇങ്ങനെ ഒഴിവുകൾ 1-2 വരുന്നുണ്ടെങ്കിലും ജനറലി ആയിട്ട് നമുക്ക് കേരള PSC അപേക്ഷ ക്ഷണിച്ചിട്ട് ഒത്തിരി നാളുകളായി. ഇവിടെ നമ്മൾ ഗവൺമെന്റ് ജോലി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് കമന്റ് ഇട്ടതെങ്കിൽ, അല്ലെങ്കിൽ അത് ലഭിക്കും എന്ന് കരുതിയിട്ടാണ് നമ്മൾ നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു PG കഴിഞ്ഞ ആൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് നെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആരും തന്നെ കേരളത്തിൽ ഒതുങ്ങിക്കൂടാൻ ഉദ്ദേശിക്കുന്നവരല്ല. നമുക്ക് എവിടെ ടീച്ചിങ്ങിന് അവസരം ഉണ്ടെങ്കിലും നമുക്ക് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം, അതിനായിട്ടുള്ള പരീക്ഷ എഴുതാം, കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കുറവാണെങ്കിലും കേരളത്തിന് പുറത്തൊക്കെയുള്ള ഒരുപാട് പ്രൈവറ്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ് കോളേജുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള സാലറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത, നമ്മുടെ സംസ്കൃതിയിൽ വർക്ക് ചെയ്ത പല ടീച്ചേഴ്സിനും ഇപ്പോഴും നല്ല ശമ്പളത്തിൽ അവർ പുറത്തുള്ള കോളേജിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഒഴിവുകൾ കണ്ടെത്തണം, ആ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കണം, അതിൻ്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മൾ നെറ്റ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാം, നമ്മൾ ഏത് ടീച്ചിങ് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ TTCയോടൊപ്പം നമ്മൾ കേട്ടറ്റ് വേണം. കേട്ടറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ LP UP എഴുതണം, കേരള PSC എക്സാം. അതിന് എത്ര പേര് അപേക്ഷിക്കുന്നുണ്ട്? ഏത് രീതിയിലാണ് ജോലി ലഭിക്കുക? ഇനി നമ്മൾ BEd കഴിഞ്ഞാലോ, അതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് വേണം, എന്നാലേ നമുക്ക് HSTയും HSSTയും ഒക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ കേരള PSCയുടെ എക്സാം എഴുതണം. അതും ലഭിക്കുന്നവരുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത മലയാളത്തിന്റെ ടീച്ചേഴ്സൊക്കെ തന്നെ ഇപ്പോഴാണ് HSST HSAയിലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക, നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. UGC നെറ്റ് നേടിയത് കൊണ്ട് മാത്രം നമുക്ക് ജോലി ലഭിക്കില്ല. നമ്മൾ കേരള PSC എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. അത് എഴുതി കഴിഞ്ഞ് ആ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ ഗവൺമെന്റ് തലത്തിലേക്ക് നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളൊരു TTC കഴിഞ്ഞവരായാലും BEd കഴിഞ്ഞവരായാലും ഒക്കെ തന്നെ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റിൻ്റെയോ അല്ലെങ്കിൽ സെറ്റിൻ്റെയോ ഒന്നും ആവശ്യകതയുമില്ല. PGയോടൊപ്പം നിങ്ങൾ നെറ്റ് നേടിക്കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിക് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. IOCL പോലെയുള്ളതും, BHEL, NTPC, ONGC, BEL, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, HPACL, ഇതൊക്കെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെ തന്നെ ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് ജോലികളുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ജോലി ഒഴിവുകളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ആ ഒഴിവുകളിലേക്ക് അപേക്ഷ അയക്കേണ്ടതുണ്ട്. അങ്ങനെ അപേക്ഷ അയച്ചാൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. പിന്നെ ശാശ്വതമായിട്ട് നമുക്ക് മറ്റെന്ത് ജോലി നേടാൻ സാധിക്കും? അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ജോലി എന്നൊക്കെ പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് വലിയ ടഫ് തന്നെയായിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടു, ഇനി അങ്ങോട്ടുള്ള പഠന രീതികളും പരീക്ഷാ രീതികളും അതിന്റെ മെത്തേഡുകൾ കൃത്യമായിട്ട് 5-6 ടൈപ്പ് ടെസ്റ്റിംഗ് ആണ് ഇനി വരാൻ പോകുന്നത്, പുതിയ NEP വരുന്നതോടുകൂടി. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നെറ്റ് സിലബസിൽ മാറ്റം വരുത്തുന്നത് UG PG സിലബസുകളിലും അതുപോലെ തന്നെ പഠന രീതിയിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ തഴയപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ ഒരുപാട് പേര്
പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട്, അതുപോലെ തന്നെ സെന്റർ മാനേജറായിട്ട്, അതുപോലെ ഗസ്റ്റ് ഫാക്കൽറ്റീസ്, കൺസൾട്ടന്റ്, അക്കാഡമിക് കൗൺസിലർ, കോച്ചിങ് ട്യൂട്ടർ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. നമ്മൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ പല രീതിയിലും പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അവരൊക്കെ വരുമാനങ്ങൾ കണ്ടെത്തുന്നത് നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേടിയ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും വലിയൊരു കാര്യമാണ്. നെറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ലഭിക്കാവുന്ന ഒരു PG കഴിഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ തന്നെയാണ്. കാരണം ഇതിന് മാത്രമേ സ്വന്തമായിട്ടൊരു നിലനിൽപ്പുള്ളൂ, നെറ്റിന് മാത്രം. ബാക്കി എല്ലാ ക്വാളിഫിക്കേഷൻസിനും നിങ്ങൾക്ക് നിലനിൽപ്പില്ല. നെറ്റ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള ഏത് കോളേജുകളിലും പഠിപ്പിക്കാനുള്ള യോഗ്യത നേടിത്തരുന്നത് ഒരേ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുന്നത് കൊണ്ടാണ്. അവസരങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യ ഒട്ടാകെയുള്ള യൂണിവേഴ്സിറ്റികൾ വരുന്ന ഒഴിവുകൾ നമ്മളെടുത്ത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയമായപ്പോൾ നമ്മൾ കുറച്ച് തിരക്കൊക്കെ കൂടിയപ്പോൾ നിർത്തിയതാണ്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് അത് എത്തിക്കാം. കാരണം ജോലി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകരുത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഒഴിവുകൾ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ വയനാട് സെന്ററിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടത്തേക്ക് അപേക്ഷ കൊടുക്കുക. ലിങ്ക് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോബ് ചാനലിലും സംസ്കൃതി ജോബ് ചാനലിലും അതുപോലെ തന്നെ സംസ്കൃതി UGC നെറ്റ് ചാനലിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അത് കരാർ അടിസ്ഥാനത്തിലാണ്, നല്ല രീതിയിലുള്ള ശമ്പളം ലഭിക്കും. യൂണിവേഴ്സിറ്റിയിലേക്ക് മിക്ക വിഷയങ്ങൾക്കും, അതായത് ഏകദേശം 20ഓളം സബ്ജക്റ്റുകൾക്ക് അതിൽ ഒഴിവുകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ നെറ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നെറ്റ് എന്ന് പറയുന്നത് ഒരു PG കഴിഞ്ഞിറങ്ങുന്നവരോ അല്ലെ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി നേടാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ നോട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല, മെറ്റീരിയൽസ് ഇല്ല, കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട്, നമ്മളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടാണ് കോഴ്സുകൾ കൊടുക്കുന്നത്. ഒട്ടനവധി സ്റ്റുഡൻസിന് നമ്മളിലൂടെ നെറ്റ് ലഭിക്കുന്നുണ്ട്, JRF ലഭിക്കുന്നുണ്ട്, കൃത്യമായിട്ട് PhD ചെയ്യുന്നവരുണ്ട്, IIM ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ നമുക്കും ഉണ്ട്. അപ്പൊ അവരൊക്കെ തരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കിത് കിട്ടി, നമ്മൾ ഇതുകൊണ്ട് യാതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒന്നുകൊണ്ടും നമുക്കൊരു കാര്യമില്ല. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമുക്ക് ഇതുകൊണ്ട് എന്ത് ആവാൻ സാധിക്കുമെന്ന് നമ്മൾ തിരഞ്ഞിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. യാതൊരു രീതിയിലുള്ള ദോഷവും നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ കൊണ്ടില്ല. പലരും മെസ്സേജ് ആയി ചോദിക്കുന്നത് ഇത് എഴുതിയിട്ട് കാര്യമില്ലേ, എഴുതേണ്ട ആവശ്യമില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നത് അവർക്ക് ഈ നെഗറ്റീവ് വശം മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടുവരുന്ന ട്രെൻഡ് വളരെ നല്ല രീതിയിൽ തന്നെയാണ്. കാരണം PG ചേരുമ്പോൾ തന്നെ നമ്മൾ അടക്കമുള്ള പല യൂട്യൂബ് ചാനൽസും കണ്ടിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പൊ അവര് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. മുൻപേ ഉള്ള തലമുറയിലുള്ളവർക്ക് അതില്ലായിരുന്നു. അവർ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് നെറ്റൊക്കെ എഴുതിയെടുത്തത്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെറ്റും JRF ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങുമ്പോഴേക്കും അവർക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. PhD എന്ന് പറയുന്നത് JRF കൂടി ഉണ്ടെങ്കിൽ മഹത്തായ ഒരു അവസരമാണ്. അത് നേടിയ ഓരോരുത്തരും നമുക്കറിയാം, മലയാളത്തിന് മാത്രം 5-6 സ്റ്റുഡൻസ് JRF നേടിയവരുണ്ട്. അതിൽ 1-2 പേര് മലയാളത്തിന് നമുക്ക് ക്ലാസ്സിനായിട്ട് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സിനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തിൽ അവസരങ്ങൾ നമുക്കുണ്ട്. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, അവസരങ്ങളെ തേടി നമ്മൾ പോകണം. അപ്പൊ നമ്മുടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ ഇനി മുതൽ ഈ ഓപ്പർച്യൂണിറ്റി, നമ്മളുടെ ഒരു കൈ സഹായം എന്നുള്ള രീതിയിൽ ഇനി മുതൽ ചാനലിൽ നിങ്ങൾക്ക് ജോലി ഒഴിവുകളുടെ വീഡിയോ ഉൾപ്പെടുത്താം. അത് പ്രൈവറ്റ് കോളേജുകളായാലും ഗവൺമെന്റ് കോളേജുകളായാലും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാം. വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം, അപേക്ഷ അയക്കാം. നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. അപ്പോൾ മാന്യമായ രീതിയിലുള്ള ശമ്പളം കേരളത്തിന് പുറത്തൊക്കെ ലഭിക്കുന്നുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ 35,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. CS പോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ 70,000 മേലെ സാലറി വാങ്ങുന്നവരൊക്കെ എനിക്ക് തന്നെ അറിയാം. അവർക്കൊക്കെ തന്നെ UGC നെറ്റും JRF ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ശമ്പളവും ലഭിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കാനുള്ളത്, നമ്മൾ UGCയുടെ ജോബ് പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UGC റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് നിങ്ങളെ അറിയിക്കും, അതിന് അലേർട്ട് വരും. അപ്പോൾ ആ ജോലിക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ആ കാര്യം കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
ഒരിക്കൽ കൂടെ പറയാം, അവസരങ്ങളൊന്നും തന്നെ നമ്മളെ തേടി വരില്ല. നമ്മളാണ് അവസരങ്ങൾ കണ്ടെത്തേണ്ടത്, അവസരങ്ങൾക്കായിട്ട് പരിശ്രമിക്കേണ്ടത്, നേടേണ്ടത്. എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. നമുക്ക് കിട്ടിയ വലിയൊരു ക്വാളിഫിക്കേഷനാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അതിനെ വില കുറച്ച് കാണരുത്. അതിൻ്റെ അവസരങ്ങൾ നിങ്ങൾ തേടിപ്പോവുക, കൃത്യമായിട്ടുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ജോബ് പോർട്ടൽ പരിശോധിക്കാം. UGCയുടെ ജോബ് പോർട്ടലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുക. അവിടെ അക്കാഡമിക് ജോബ് ഫോർ നെറ്റ് സെറ്റ് PhD ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഫോർ കാൻഡിഡേറ്റ് ഫോർ എംപ്ലോയർ, അവിടെ ഫോർ കാൻഡിഡേറ്റ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് ആൻഡ് JRF ഉള്ളവർ, സെറ്റ് ഉള്ളവർ, PhD ഉള്ളവർ, ഇത്രയും ആളുകൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ പോസ്റ്റുകളൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്പോൾ നമ്മുടെ പേര് നൽകുക, ഇമെയിൽ അഡ്രസ്സ് നൽകുക, ഒരു പാസ്വേഡ് കൊടുക്കുക, ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി കീ അടിച്ച് രജിസ്റ്റർ ചെയ്യാം. ബാക്കി നിങ്ങളുടെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നമുക്ക് ജോലി ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഉറപ്പൊന്നുമില്ല. കാരണം ഓൾറെഡി ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ജോലി ലഭിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു അവസരമാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ജോലിക്ക് അപേക്ഷ വിളിക്കുന്ന സമയത്ത് ഇതിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിലുള്ള നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ അപ്പോൾ UGCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജോബ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UGC റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും നിങ്ങൾക്കിവിടെ ലഭിക്കും. അപ്പോൾ ജോബ് പോർട്ടലിൽ നമുക്ക് എല്ലാ ജോലികളുടെയും വിവരങ്ങൾ ലഭിക്കും. അവിടെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള അപേക്ഷ അയക്കാൻ സാധിക്കും. ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥാപനങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ ഇതുപോലെ തന്നെ ജോലി അവസരങ്ങൾക്കായിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. UGC നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടം തന്നെയാണ്. അതിൻ്റെ കൂടെ JRF ഉണ്ടെങ്കിൽ അത് വലിയൊരു വിജയമായിരിക്കും. PhD ചെയ്യാനായിട്ട് നമുക്കൊരു ശമ്പളത്തിൽ കൂടുതൽ എമൗണ്ട് മന്ത്ലി ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ താമസ സൗകര്യം അങ്ങനെയൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടാണ് നമ്മൾ PhD ചെയ്യുന്നത്. അതൊക്കെ വലിയൊരു അവസരമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അടുത്ത പരീക്ഷ ജൂൺ എക്സാമിൽ JRF നേടും എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.